നമ്മുടെ കുട്ടികളാണല്ലോ വന്നിരിക്കുന്നത്. ആ വരവത്ര പന്തിയല്ലല്ലോടാ പ്രതാപ. ആ അതെ. എന്താ മോളെ? എന്തു പറ്റി മക്കളെ? നിങ്ങൾ തമ്മിൽ വഴക്കിട്ടോ? ലക്ഷങ്ങൾ വിലയുള്ള ഒരു നെക്ലേസ് എന്റെ കഴുത്ത് കിടക്കുന്ന കണ്ടിട്ട് അച്ഛനും മുത്തശ്ശൻ സന്തോഷിച്ചായിരുന്നല്ലോ. അത് ആരുടെ ഗിഫ്റ്റ് ആയിരുന്നെന്ന് രണ്ടാൾക്കും അറിയോ? അത് ഉണ്ണിമോൻ മോൾക്ക് തന്നതല്ലേ? ഉണ്ണിമോന്റെ ഗിഫ്റ്റ് ഒന്നും അല്ല അത്. മഹാലക്ഷ്മിയുടെ ദാനം അത്. അവൾ അവളുടെ ഭർത്താവിനെ കൊണ്ട് വാങ്ങിപ്പിച്ച നെക്ലേസാ എനിക്ക് ഉണ്ണിയേട്ടൻ കൊണ്ട് തന്നത്. ഉണ്ണി, എന്താ ഞങ്ങൾ കേൾക്കുന്നൊക്കെ? നീ വാങ്ങിയ സ്വർണ്ണമാണെന്ന് പറഞ്ഞില്ലേ? നീ അത് മോക്ക് കൊടുത്തേ? അതിനു പിന്നിൽ ചെറിയൊരു ചതി നടന്നു വച്ചാ. ചതിയോ? ആ നെക്ലസ് എന്റെ കയ്യിൽ വാങ്ങി തന്നിട്ട് അത് ഞാൻ വാങ്ങിയതാണെന്ന് പറഞ്ഞുകൊണ്ട് അത് കരുണയ്ക്ക് കൊടുക്കാനാ കണ്ണേട്ടൻ പറഞ്ഞത്. എന്നിട്ട് പിന്നെ സത്യം മേഘേണ്ണ വിളിച്ച് പറയിപ്പിക്കുമെന്ന് ഞങ്ങളാരും കരുതിയില്ല. അവൻ കൊള്ളാലോ. ചുമ്മാതല്ല, ചെറുപ്രായത്തിൽ തന്നെ അവര് രണ്ടു കാലും പണി മുടക്കിയത്. ഇപ്പൊ അവളുടെ മുമ്പിലേ ഞാനങ്ങ് തീരെ ചെറുതായി പോയി. എന്റെ ഭർത്താവിന് സ്വന്തം പണം കൊണ്ട് എനിക്കൊരു സമ്മാനം വാങ്ങിത്തരാൻ കഴിവില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നില്ല. എന്തൊക്കെയാ മോളെ നീ പറയുന്നത്? അതെ, അമ്മ സ്നേഹിക്കുന്ന അമ്മയുടെ മൂത്ത മോള് തന്നെയാ അവിടുത്തെ റാണി. ഞാൻ അവൾക്ക് ഒരുപാട് താഴെയാ. അതുകൊണ്ട് എനിക്ക് തലയെടുപ്പോട് നിൽക്കാൻ പറ്റുന്ന ഈ വീട്ടിൽ താമസിക്കാനാ എനിക്കിഷ്ടം. അതിന് ഉണ്ണി തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഉണ്ണി അവന്റെ ഏട്ടനൊരു കെണിപ്പെടുത്തിയല്ലേ? അതിനൊക്കെ കാരണക്കാരി അവളാ പ്രതാപ. അച്ഛൻ ചത്തിട്ടും പൊന്നു പോലെ വളർത്തിയില്ല ഇവിടെ മൂത്ത മോളെ. അവൾ ഒരിക്കലും മോളെ കൊച്ചാക്കാൻ വേണ്ടി മനഃപൂർവ്വം ഒന്നും ചെയ്യില്ല. മിണ്ടരുത് നീ. കാല് തളർന്ന ഒരുത്തരെ നിന്നെ മോളുടെ തലയിൽ കെട്ടിവെച്ചതിന് നീ അവളോട് പ്രതികാരം ചെയ്യാ? ഞങ്ങൾക്ക് അതിന്റെ ആവശ്യം എന്താ? മോള് മോളുടെ ഇഷ്ടപ്രകാരം കണ്ണന്റെ ഒപ്പം ജീവിക്കുന്നത്. ജീവിച്ചോട്ടെ, അവൾ ആസ്വദിച്ച് ജീവിച്ചോട്ടെ. ദേ, ആ വീടിനേക്കാളും ഇഷ്ടം എനിക്ക് ഈ വീടാ. അയലത്തുകാരൊക്കെ കല്യാണം കഴിഞ്ഞ മോൾ എന്താ ഇപ്പൊ ഈ വീട്ടിൽ താമസിക്കുന്നതെന്ന് ചോദിച്ചാ ആ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ മുത്തശ്ശിയുടെ വീട്ടിലോട്ട് പോയിക്കോളാം ഇടയ്ക്കിടയ്ക്ക്. എന്നാലും തിരിച്ചിനി ഉണ്ണിയേട്ടനൊപ്പം കമലേശ്വരത്തേക്കില്ല. മോളെ മോൻ വിഷമിക്കേണ്ട മോനെ. അവളെ ഞങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിച്ച് മടക്കി അയച്ചോളാം. അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവിട്ടോളാം. എന്നാലും വീട്ടു ജോലി എടുക്കാനായിട്ട് ഒരുത്തി അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് അവള് കുടുംബം ഭരിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ മോനോട് സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിക്കട്ടെ? ശരിക്കും ആ തറവാട്ടിനും തറവാട്ട് വക സ്വത്തുക്കൾക്കും അതുപോലെ കമലേശ്വരത്തെ ബിസിനസ്സുകൾക്കും കണ്ണനാണോ അധികാരം കൂടുതൽ? ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.